അങ്ങനെ നമ്മുടെ അനീഷേട്ടന് പ്രപ്പോസൽ വന്നിരിക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ ജിസേലിന്റെ മമ്മിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ജിസേലിന് വേണ്ടി നമ്മുടെ അനീഷിനെ പ്രപ്പോസ് ചെയ്ത് ഞാനായിട്ട് മകളോട് പറഞ്ഞു. അപ്പം ജിസേൽ അക്കാര്യം അനീഷിനോട് പറഞ്ഞു. ആ കാര്യത്തെ ചൊല്ലി നമ്മുടെ ഷാനവാസ് അവിടെ ഇട്ട് വാരുവാണ്. അനീഷിനെ എനിക്കൊരു ബിരിയാണി കഴിക്കാനുള്ള അവസരം വേണം, ഇങ്ങനൊരു ചാൻസ് വന്നിട്ട് അത് വെറുതെ കളയരുത്. അപ്പം നമ്മുടെ അനീഷിന് ആകെ ദേഷ്യമാവുന്നു. നീ ദൂരെ മാറി നിൽക്കുകയും, ഷാനവാസെ ഞാനിവിടെ വന്നത് ഗെയിം കളിക്കാനാണ്, മറ്റൊന്നിനുമല്ല വന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഗെയിം കളിക്കുന്നവർ മാത്രമാണ്. ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല വഴിക്ക് പോവും. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്ന് പറയുന്നു. പക്ഷെ ഷാനവാസിനെ അറിയാമല്ലോ, ഷാനവാസ് പിന്നെയും പിരിവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അനീഷ് കിച്ചണിൽ എനിക്ക് ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത്. പിന്നെ ജിസേലിനെ വിളിച്ചിട്ട് അനീഷ് പറയുന്നു, ജിസേൽ, നമ്മൾ ഗെയിം കളിക്കാൻ വന്നവർ മാത്രമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ട് ജിസേലിന്റെ അമ്മ എന്നോട് പറയുകയോ എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾക്കൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പം ജിസേല് പറയുന്നത് ഇപ്പം തൽക്കാലം അതൊക്കെ വിടെന്നൊക്കെ ജിസേല് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇന്ന് എന്തായാലും അനീഷിനെ ഇനിയിട്ട് വാരാനുള്ള അത് നമ്മുടെ ഷാനവാസിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഷാനവാസ് അത് വെച്ച് ഇനി പൊരിക്കും. ഇനി ബാക്കിയുള്ള ദിവസം കിടക്കുകയാണ്. ഇനി ഗെയിം തീരുന്നത് വരെ ഷാനവാസിന്റെ കയ്യിൽ നിന്ന് ജിസേലിനെ കല്യാണം കഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അനീഷിനെയും കൂടെ കല്യാണം കഴിപ്പിക്കുന്നതിനുള്ള സർവ്വ പരിപാടി ഷാനവാസ് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷാനവാസ് പറയുന്നത് എങ്ങനെയാണ്, എനിക്ക് ഒക്കിന് ജീവനുണ്ട്, ഞാനിത് നടത്തും. അന്നേരം നമ്മുടെ അനീഷ് ചോദിക്കുന്നു, നീ ആരാ എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അപ്പൊ ഞാൻ നിന്റെ ഫ്രണ്ട്, കൂട്ടുകാരൻ, നിന്റെ ചങ്ക്. അപ്പൊ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും തിരക്കുകയും ഇതിലൊക്കെ ഇടപെടാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് നമ്മുടെ ഷാനവാസ് നമ്മുടെ അനീഷിനെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നൊരു സംഭവം ഇന്നിപ്പം ബിഗ് ബോസിലാണ് നടന്നത്. അങ്ങനെ നമ്മുടെ ജിസേലിനെ അനീഷിനെ കല്യാണം നടക്കാൻ പോവാ ബിഗ് ബോസിനകത്ത്. ചുമ്മാ കേട്ടോ, ജസ്റ്റ് അതിനകത്ത് പറഞ്ഞ കാര്യമാണ്.